എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കല്ലേ. സോ തംബ്നെയിൽ കണ്ടതുപോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഫേസ് ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കുന്ന ഒരു അടിപൊളി റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ. നമ്മുടെ ഫേസിലുള്ള ടാൻ ഒക്കെ മാറ്റി ഒരു 2 to 3 ഷെയ്ഡ്സ് വരെ നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. ഒറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് ആ ഒരു ഇൻഗ്രീഡിയന്റ് വന്നിട്ട്. ഇത് നമ്മുടെ ഓട്സ് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. ഇത് ഞാനിപ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് പാലോ തൈരോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ ഈ പാലിനും തൈരിനൊക്കെ പകരം നമുക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പച്ചവെള്ളം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്, അപ്പോൾ ഞാൻ സാധാ വെള്ളമാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അധികം ലൂസ് അല്ല, കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കുക കേട്ടോ. തിക്കായിട്ട് തന്നെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനും നോക്കുക. പിന്നെ ഇതുപോലെ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് മിക്ക കമന്റ്സും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡസ്കി സ്കിൻ ടോണിനെയൊക്കെ അടിച്ച് താഴ്ത്തിയിട്ട് ഫെയർ സ്കിൻ ടോണിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ വൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ് ഈ 2 വേർഡ്സും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തതിന്റെ ഒരു പ്രശ്നമാണ്. സ്കിൻ വൈറ്റനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ വെളുത്തിട്ട് പാറാന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്. അതിൽ ടോട്ടലി ചെയ്യുന്നത് മെലാനിന്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് നമ്മുടെ സ്കിന്നിലുള്ള ഒരു കോമ്പോണന്റ് ആണ് ഈ മെലാനിൻ എന്ന് പറയുന്നത്. ഇതിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഫെയർ സ്കിൻ ടോൺ, ഡീപ് സ്കിൻ ടോൺ എന്നുള്ള കാറ്റഗറീസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒക്കെ ഉണ്ടല്ലോ, അത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഈ മെലാനിന്റെ അളവ് കുറച്ചിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാന്നുള്ളതാണ്. അത് കൂടുതലും കെമിക്കൽസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതുപോലെ ഹോം റെമഡീസ്, അതുപോലെ ഫേസ് പാക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യുക. നമ്മുടെ ഫേസിലുള്ള ഒരുവിധം ടാൻ ഒക്കെ പോകുമ്പോൾ തന്നെ സ്കിൻ കുറച്ച് ലൈറ്റൻ അപ്പ് ആവും. ഒരു 2-3 ഷെയ്ഡ്സ് എങ്കിലും കുറച്ച് ബ്രൈറ്റ് ആവും. അതാണ് ഈ ഫേസ് പാക്ക് ഒക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്. സ്കിൻ ബ്രൈറ്റനിങ് ആണ്, സ്കിൻ വൈറ്റനിങ് അല്ല. ഓക്കെ, പിന്നെ സ്കിൻ വൈറ്റനിങ് ആണെങ്കിലും സ്കിൻ ബ്രൈറ്റനിങ് ആണെങ്കിലും അതൊക്കെ ചെയ്യാന്നുള്ളത് ഓരോരുത്തരുടെ ചോയ്സസ് ആണ്. ഇപ്പോൾ വെളുക്കണോ വേണ്ടോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അവനവൻ തന്നെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. അങ്ങനെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഓട്സ് എന്ന് പറയുന്നത്. ഈ ഒരു പാക്ക് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. ഫേസിലെ ടാനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ട് ഫേസ് ഒന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ വേറെ ലൈറ്റോ ഫിൽറ്ററോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ വെറുതെ തള്ളാണ് എന്ന് പറയുന്നവരോട് ഇതൊരു സ്പോൺസർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നുമല്ല. സാധാരണ നമ്മുടെ ഓട്സ് ആണ്, എല്ലാ കടയിലും കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നല്ലോണം ഡ്രൈ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. മാക്സിമം ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയാം. പിന്നെ ഹെയറിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയറിലൊക്കെ കുറച്ച് ഇതുപോലെ ആയിട്ടുണ്ട്. അതൊക്കെ കളഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ സംഭവം അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.